മനുഷ്യ നീ മണ്ണാകുന്നു. മണ്ണാകട്ട എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ഒടുക്കത്തെ ഒരു വായന. നമ്മുടെ വാസുവേട്ടനില്ലേ, ചേട്ടത്തി അനിയത്തി ഒരേ മുറിയിലാണ് കിടത്തിയിരിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, പുരാണത്തിൽ. പാഞ്ചാലി ഒരേ സമയം എത്ര ആണുങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്നത്. ടാറ്റാ കമ്പനിയിലെ ഷിഫ്റ്റ് പോലല്ലായിരുന്നു കയറ്റവും ഇറക്കവും. പുരാണങ്ങളിലെ ദൈവങ്ങളെ പോലാണ് നമ്മൾ മനുഷ്യര്. ഓ, അവർക്ക് എന്തും ആകാമല്ലോ. എടി, എന്നാലേ വാസുദേവൻ പെണ്ണുങ്ങളെ അകത്ത് കിടത്തിയിട്ട് അവ മുറിക്ക് പുറത്താ കിടക്കുന്നത്. ഡീസന്റ് എന്നെ പോലെ. അമ്മയും നീയും കൂടി ഒപ്പിച്ച പണിയല്ലേ ഇത്? അമ്മയുടെ നിധി വെച്ചിരിക്കുന്നു പറഞ്ഞ് ഒരു മുറി വെറുതെ പൂട്ടിയിട്ടിരിക്കില്ലയോ? ആ മുറി തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ആ കിളിന്ത് പെങ്കൊച്ച് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ? അയ്യടാ, അവൾ അവിടെ കിടക്കാൻ പോയാലേ ജനാലയ്ക്ക് നിന്ന് ശൃംഗരിക്കാലോ. എനിക്ക് ശൃംഗരിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല. നിന്റെ ആങ്ങളെ പുറത്ത് കിടന്ന് കൊതുകടി കൊള്ളുന്നല്ലോ എന്ന് ഓർത്തിട്ടാ. തന്നെയുമല്ല, ഉണക്കമീൻ അകത്ത് വെച്ചിട്ട് പൂച്ച പുറത്ത് എത്ര ദിവസം കാവല് കിടക്കും? ഉണക്കമീനും പൂച്ച മിണ്ടാ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ടോ? അല്ലെങ്കിലും അത് തന്നെയാണല്ലോ കുറച്ചു കാലമായിട്ട് പതിവ്. ഓ, ഇന്നും പോക്ക. കുട്ടി കഥാപ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? എന്നെ പറ്റി കേട്ടിട്ടുണ്ടാവാം. ഞാൻ സുപ്രസിദ്ധ ഗാഥകൻ ദാസ് ജി നായർ. ഇപ്പൊ പരിപാടിയൊന്നുമില്ല. വില്ലുവലച്ച തേരാളി, പ്രിയെ നിനക്ക് വേണ്ടി, മറക്കില്ലൊരിക്കലും, ശ്രീകുട്ടിക്കൊരു ഉമ്മ. എന്റെ ശ്രീകുട്ടിക്കൊരു ഉമ്മ എന്ന കഥയിൽ ഞാൻ ആമുഖമായി പറയുന്നുണ്ട്, വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ പേരോടെ മാന്തി പറിച്ചതാണീ കഥ. മാന്തല് പറിക്കലും ഒന്ന് പോകണ്ട അവിടുന്ന്. വേദന മാറ്റുവാൻ തകർവാമിട്ടു തിരുമിടേണം. പട്ടി കുരക്കുന്നു, പൂച്ച കരയുന്നു, കൈതയോ കാമം കരഞ്ഞു തീർക്കും. നിന്റെ വായിൽ ചാണകം ഉരുട്ടി തിരികെ വേണ്ടത്. കാര്യമൊക്കെ കൊള്ളാം. രാത്രിയിൽ കാലം ഇടയ്ക്കിടയ്ക്ക് ഉരുണ്ട് കയറണോണ്ടാ നിന്നെവിടെ കൂട്ടുകിടത്താന്ന് വെച്ചത്. പക്ഷേ വൃത്തിയും ശുദ്ധി ഉണ്ടായിരിക്കണം. ആണോ? ആ, പക്ഷേ ആ സമയത്തെങ്ങാൻ അമ്മയുടെ കാലുരുണ്ട് കയറിയാ തൊടാൻ പറ്റുമോ? അയ്യടാ, അത്രയും ദിവസം അമ്മ ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞാലും ഞാൻ ഈ ഭാഗത്തേക്ക് വരില്ല. വാതിലടക്കണ്ട. ആരെ പഠിക്കാനാ? ആവി എടുത്തിട്ട് ഇവിടെ കിടക്കാൻ വയ്യ. ഇനി വാതിൽ അടച്ച് എന്നെ കൊല്ലാനാ? ഇവിടെ വന്ന് കിടക്കടി. ഞാൻ വിചാരിച്ചതാ. എന്താ എന്ത് പറ്റി? എന്താ എന്ത് പറ്റി? കറണ്ട് പോയിരിക്കും. മേനം നോക്കി. ആരോ മെയിൻ ഓഫ് ചെയ്തിരുന്നതാ. ഓഫ് ചെയ്തു? ആ കുട്ടി വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. നാമജപമൊന്നും ഇല്ലാത്തതിന്റെ കുറവാ. സ്വപ്നം കണ്ടോന്നല്ല, എന്നെ കയറി പിടിച്ച ആളുടെ കയ്യിൽ ഒരു രക്ഷ കിട്ടിയിരുന്നു. രക്ഷയോ? അതിപ്പോ ഇവിടെ രണ്ടുപേർക്കല്ലേ ഉള്ളൂ, അപ്പുക്കുട്ടനും വാസുദേവനും. അതെ, ആ കയ്യിൽ രക്ഷ ഉണ്ടായിരുന്നു. ഇനി വല്ല കള്ളനും കയറിയതായിരിക്കും. രക്ഷയില്ലാത്തോണ്ട് രക്ഷപ്പെട്ടതായിരിക്കും. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറക്കവും വരില്ല. ആരാണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? അതെനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാ, കയ്യിൽ രക്ഷ കിട്ടിയിരുന്നു. നീ വാതിൽ സാക്ഷിയായിട്ട് കിടന്നുറങ്ങ്. നേരം വെളുക്കട്ടെ. കിടന്നു. ഞാൻ പോവാ ചേച്ചി. ഇതെന്താ ഇങ്ങനെ? പെട്ടെന്ന് പോണം തോന്നി. എന്താ കുട്ടി ഇത്? ഇന്നലെ എന്തോ അരുതാത്ത സംഭവിച്ചു എന്ന് കരുതി പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പുറപ്പെടുക? ഇല്ല ചേച്ചി, ഞാൻ നേരത്തെ തന്നെ പോണെന്ന് വിചാരിച്ചതാ. എവിടേക്ക്? തൽക്കാലം ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ. അവിടെ നീ തനിച്ച് നിൽക്കാൻ പോവാ? തനിച്ചല്ല, രാത്രി ലാമിനമ്മ വിളിച്ച് കൂട്ടുകിടത്തിക്കോളാം. വാസുവേട്ടൻ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ചോദിച്ചിട്ട് പോകായിരുന്നു നിനക്ക്. ചേച്ചിയുടെ കാര്യമാണെങ്കിൽ വാസുവേട്ടനോട് ചോദിക്കണം. ഇതിപ്പോ എന്റെ കാര്യം, അത് ഞാൻ തീരുമാനിച്ചോളാം. എന്നാലും ശ്രീകുട്ടി, ഇങ്ങനെ വാശി വേണ്ട. വാസുവേട്ടൻ വന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഒരാപത്തിലും ചാടില്ല. വല്ലവരുടെയും കുടുംബത്തിൽ താമസിക്കുന്നതിനേക്കാൾ ഭേദം സ്വന്തം വീട്ടിൽ തനിച്ച് താമസിക്കുന്നല്ലേ. എന്നെ കാക്കാൻ എനിക്കറിയാം. ഞാൻ ഇറങ്ങാം. വാസുവേട്ടൻ വരുമ്പോ ചേച്ചി പറഞ്ഞാ മതി. എവിടേക്കാണാവോ കെട്ടും പാണ്ടൊക്കെ ആയിട്ട്? കാശിക്ക് എന്ന് പോരുന്നുണ്ടോ? ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾക്ക് ഒരു അറുതിയാകും. അതല്ല നരകത്തിലാണ് ബർത്ത് റിസർവ് ചെയ്തിരിക്കുന്നെങ്കിൽ ഇവിടെ തന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ?
അവളുടെ ഒരു അഹമ്മതി കണ്ടല്ലേ? ഇവിടെ ഇതുവരെ ആരും ഉറക്കത്ത് കയറി പിടിക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയുള്ളവര് പഴി ചേരാൻ വേണ്ടി നീ ഒരുക്കി നാടകമല്ലേ ഇത്? മതി, ഇത് മനുഷ്യർ താമസിക്കുന്ന വീടൊന്നും അല്ലല്ലോ, താടകയുടെ യക്ഷയുടെയും കൂടാരമല്ലേ. പാവം എന്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലേ ഈശ്വര. ഇരിക്കുന്നുണ്ടല്ലേ രണ്ടും. അയ്യടാ, മോൾ ഉറങ്ങിയോ? നാളെ മോളെ പോളി പഠിപ്പിക്കാൻ കൊണ്ടുപോകണം. ശ്രീകുട്ടിയെ കുട്ടി നീ കൊണ്ടുപോയാ മതി. ശ്രീകുട്ടി ഇവിടെ ഇല്ല, അവള് പോയി. പോയോ? എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്താ, ഇന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടല്ല, ഇന്നലെ രാത്രിയിലെ കാര്യം തന്നെ. അവൾക്ക് പോണെന്ന് ഒരേ വാശി. അവൾ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുവോ? ആമിനമ്മ വന്ന് രാത്രിയിൽ കൂട്ടുകിടന്നോളും, അതുകൊണ്ട് പേടിക്കാനില്ല. എന്നാലും ഒരാൺതുണ ഇല്ലാതെ ആ വീട്ടിൽ തനിച്ച്. ബാസുവേട്ടനൊന്ന് അവിടം വരെ പോയി അവൾ അവിടെ എത്തിയൊന്ന് തിരക്കണം. ഇവിടുന്ന് പോയപ്പോ മുതല് എനിക്കൊരു സമാധാനമില്ല. വാസുവേട്ടനോ? ഞാൻ വീട്ടിൽ പോയിരുന്നു. അവിടെ അടുത്ത് അന്വേഷിച്ചപ്പോഴാ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. വാസുവേട്ടൻ എന്നോട് വിരോധം തോന്നരുത്. ഏട്ടനോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അവിടുന്ന് പോരേണ്ടി വന്നു. അതൊന്നും സാരമില്ല. പക്ഷേ ഇവിടെയാണോ നീ താമസിക്കാൻ പോകുന്നത്? അതെ, അവിടത്തേക്കാൾ ഇവിടെ സുരക്ഷിതയാണ് ഞാൻ. ഇന്നലെ രാത്രി അവിടെ ഉണ്ടായതുപോലൊരു സംഭവം ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ വിരോധമൊന്നും പറയുന്നില്ല. പക്ഷേ എന്നും നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ? പറ്റുന്നിടത്തോളം ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് പണം വല്ലതും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഇപ്പൊ ഒന്നും വേണ്ട, വേണ്ടി വരുമ്പോ ഞാൻ ചോദിച്ചോളാം. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിനക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് വരാം. അവിടെ ഇനി ഒരിക്കലും നിനക്കൊരു ശല്യം ഉണ്ടാവില്ല. ഞാൻ വരട്ടെ. എന്താ കുട്ടി ഇത്? കുട്ടി എന്തിനാ അടിച്ചു വരുന്നത്? ഉമ്മയില്ലേ ഇവിടെ? ഞാനൊന്ന് അടിച്ചു വരെന്ന് വെച്ച് എന്റെ മാനൊന്നും പോവില്ല. വേണ്ട വേണ്ട, കുട്ടി ഇതൊന്നും ചെയ്യണ്ട. ഉമ്മ, ഉമ്മ അടുക്കളയില. കുട്ടി എപ്പോ വന്നു? രാവിലെ. ചേച്ചിയും വാസോട്ടനൊക്കെ? ഞാൻ തനിച്ചാ വന്നത്. തനിച്ചോ? ആ ഈ വന്നോ? ഉമ്മ കണ്ടില്ലേ ഇത്? എന്തിനാ ഈ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഓ അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കാന്നപ്പോ എന്റെ വിചാരം? നല്ല കുടുംബത്ത് പറഞ്ഞ കുട്ടിയൊക്കെ അറിയാ വീട് വൃത്തിയിലും വെടുപ്പിലും കൊണ്ടു നടക്കാനും സൂക്ഷിക്കാനും. അല്ല, അനക്ക് ചായ എടുത്ത് വെക്കട്ടെ? വേണ്ട, കുളി കഴിഞ്ഞിട്ട് മതി. ഉമ്മ പോയി കുറച്ച് വെള്ളം ചൂടാക്ക്. ദാ. ഇനി എപ്പോഴാ തിരിച്ചു പോകേണ്ടത്? ഇനി തിരിച്ചു പോകുന്നില്ല, ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ. എന്നും. ഇവിടെ താമസിക്കാനോ? വേണ്ട, ഞാനിവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ കുട്ടിക്ക് അത് ദുഷ്പേരാകും. എന്തിനാ വെറുതെ? ഒന്നുമില്ലാതെ തന്നെ ആളുകൾ ദുഷിപ്പ് പറഞ്ഞുണ്ടാക്കുന്നില്ലേ? കുട്ടി ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചാല് നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്ന അറിയോ? നാട്ടുകാർ അത്രയ്ക്ക് ഭയമാണെങ്കിൽ എന്നെ കല്യാണം കഴിച്ചോളൂ. കുട്ടി എന്തൊക്കെയായി പറയുന്നത്? ഒരാവേശം കൊണ്ടോ മോഹം കൊണ്ടോ ഒന്നും പറഞ്ഞതല്ല. എനിക്ക് ഈ ഭൂമിയിൽ ആകെ വിശ്വാസമുള്ളൊരു പുരുഷനായതുകൊണ്ടാ. ഉള്ളിൽ നന്മയുടെ അംശവും ആത്മാർത്ഥതയുള്ള ഒരാളെയാ എനിക്കിഷ്ടം. ഇല്ല ശ്രീകുട്ടി, അത് ശരിയല്ല. എന്റെ ആശാനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും അത്. ഗുരുഭക്തി കൊണ്ട് അങ്ങനെ തോന്നുന്നതെങ്കിൽ ആ ഗുരുവിന്റെ മകളെ തെരുവ് മൃഗങ്ങൾക്ക് പിച്ചിക്കീറാൻ എറിഞ്ഞു കൊടുക്കുന്നത് അതിലും വലിയൊരു അപരാധമല്ലേ? മൊല്ലാക്ക ഞങ്ങളുടെ വീട്ടിൽ കയറാതിരുന്നിട്ടും ഒരുപാട് ചീത്തപ്പേരുണ്ടായി. ഇപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയും മരിച്ചു. ഞാൻ ഇനി എവിടെ താമസിച്ചാലും ചീത്തപ്പേരാ. എന്ന് മൊല്ലാക്ക എന്നെ വിവാഹം കഴിച്ചാ പിന്നെ ആ ചീത്തപ്പേരുണ്ടാവില്ലല്ലോ. തുടക്കത്തിൽ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാകും. കുറച്ചു കഴിയുമ്പോ അവർക്ക് പറഞ്ഞു രസിക്കാനും പരിഹസിക്കാനും വേറെ ഏതെങ്കിലും ശ്രീകുട്ടിമാരെയും മൊല്ലാക്കന്മാരെയും കിട്ടും. എന്നാലും ഞാൻ എടാ, ഇതിലധികം ഒരു പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കരുതടാ മരങ്ങോടാ. ഈ ഒരാണല്ലേ? ഈ പെൺകുട്ടി കാണിക്കണേനെക്കാട്ട് ഒരു ഇത്തിരി ഉശിരം അനക്ക് കാണിച്ചൂടെ? ഉമ്മ ഇങ്ങനെ തന്നെയാണോ പറയണേ? പിന്നെ അല്ലാണ്ട് ഈ എന്താ ഒന്നും ഉണ്ടാത്തേ? ഉമ്മയ്ക്കും ഇഷ്ടം അതാണെങ്കിൽ പിന്നെ എനിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. ഉമ്മ വെള്ളം ചൂടാക്കിയോ? ആ, ഇനിയിപ്പം വെള്ളം ചൂടാക്കാനും ചോറ് വെച്ച് വിളമ്പി തരാനൊക്കെ ആളായല്ലോ. ഞമ്മക്ക് ഇനി ഒരു ഭാഗത്ത് കൊശായിരിക്കണം, കുത്തിരിക്കാം. നീയോ? നീ ആ പൂതക്കണ്ണാർ കൂടെ എന്തോ നോക്കുവാടാ?
ഞാനേ ഈ തേങ്ങ ശരിക്കും പഴുത്തോന്ന് നോക്കായിരുന്നു. ആ നിന്റെ തേങ്ങ നീ ആ പാരലൽ കോളേജിലെ പെമ്പിള്ളേരെ നോക്കില്ലടാ. ചേച്ചേ ഞാനങ്ങനെ ചെയ്യോ ചേട്ടാ? ഇറങ്ങി വാടാ. വേണോ? എടാ ഇറങ്ങി വരാ. ആ ഇപ്പൊ വരാം. നീ ദിവസവും അമ്പലത്തിൽ പോകുന്ന പെൺകുട്ടികളെ കമന്റ് അടിക്കാനാണോടാ? ഏയ്. അമ്പലം അല്ലാതെ നിനക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലടാ കമന്റ് അടിക്കാൻ. ഹമ്മേ. അമ്പലത്തിലാവുമ്പോ പെൺകുട്ടികളുടെ കാര്യം ചെരുപ്പുണ്ടാവില്ല ചേട്ടാ. അടി കൊള്ളാതെ രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലം അമ്പലമാ. ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ തറവാടിന്റെ പേരുകളെ നടക്കുന്നു. അമ്പലപ്പറമ്പിൽ കഥ പറഞ്ഞോടുന്ന കുങ്കുമക്കുറി തൊട്ട ചേട്ട മതി 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 മതി. കണ്ടക്ടർക്ക് തന്നെ ടിക്കറ്റ് എഴുതണോ അല്ലടാ? കളിയാക്കണോ? തേങ്ങ എടുത്ത് അകത്തോണ്ട് വരാ തെണ്ടി. ഇതൊരു ഭാര്യയായല്ലോ ദൈവമേ.